ഇത് നോക്കിയോ, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നേന്ന് നോക്കിയോളൂ. ഇവിടെ നോക്കിയോ, കേൾക്കത്തില്ലെങ്കിൽ അപ്പം തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ പ്രശ്നങ്ങളുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് ഇതിനെ എന്താ എക്സ് പ്ലസ് എ, അതായത് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഈസിക്കൽ ടു 2ab ബൈ എ പ്ലസ് ബി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഷോ ചെയ്യേണ്ടത് എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് എക്സ് പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി ഈസിക്കൽ ടു 2 ആണ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. എക്സ് ഈസിക്കൽ ടു 2ab ബൈ എ പ്ലസ് ബി. നമുക്കറിയാം, നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ആൾട്ടർനെന്റോ ഡിവിഡന്റോ കോമ്പോണന്റോ, ഇത് ഏതെങ്കിലും ഒക്കെ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം ഇന്ന മെത്തേഡ് ആണെന്ന് തന്നെ കിട്ടണമെങ്കിൽ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് എക്സ്പീരിയൻസ് ആവണം. അപ്പൊ ഞാനിപ്പം ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിനെ കോമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യാൻ പോവാം. പക്ഷെ കോമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡിനോമിനേറ്റർ വേണമല്ലോ, അതില്ല, അത് 1 ആണ് ഇല്ലേ. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എ ആക്കണം. ഈ എക്സ് പ്ലസ് എ ആക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു എന്ത് വന്നാൽ മതി, ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് ബൈ എ വന്നാൽ മതി ഇല്ലേ, എക്സ് ബൈ എ വന്നാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, തൽക്കാലത്തേക്ക് ഈ എനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. അപ്പൊ നമുക്ക് എന്താ, എക്സ് ബൈ എ എന്ന് വന്നല്ലോ. എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു 2b ബൈ എ പ്ലസ് ബി എന്ന് വന്നു. ഇത്ര ഓക്കെ ആണോ? സന, നിരഞ്ജൻ, ദിവ്യ ഓക്കെ ആണോ? ഓക്കെ ആണോ പറയാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി അപ്ലൈയിങ് കോമ്പോണന്റോ ഡിവിഡന്റോ, അപ്ലൈയിങ് കോമ്പോണന്റോ ഡിവിഡന്റോ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു 2b പ്ലസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2b മൈനസ് ഇട്ട് കഴിഞ്ഞിട്ട് 2 ടേം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിലെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു 2b പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ 3b എന്ന് എഴുതാം, ശരിയല്ലേ. 2b പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ 3b എന്ന് എഴുതാം. 3b പ്ലസ് എ ഡിവൈഡഡ് ബൈ ഇവിടെ 2b, ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2b മൈനസ് എ മൈനസ് ബി എന്നാവും. ഓക്കെ ആണോ? സന, നിരഞ്ജൻ, ദിവ്യ ഓക്കെ. ഇനി നമ്മൾ എന്താ, ഇത് എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു 3b പ്ലസ് എ താഴെ 2bയിൽ നിന്നും ഒരു ബി, 2bയിൽ നിന്നും ഒരു ബി പോയി കഴിഞ്ഞാൽ ഒരു ബി, അപ്പൊ ബി മൈനസ് എ എന്നായി. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് അവിടെ എഴുതി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ എക്സ് പ്ലസ് ബി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിൽ ഒരു ബി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. അപ്പൊ ഞാൻ ഇതിനെ എക്സ് ഈസിക്കൽ ടു 2a പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഇങ്ങോട്ട് എഴുതിയിട്ട് ബിനെ താഴെ ഇറക്കി. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ ബി ഈസിക്കൽ ടു 2a ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ, വീണ്ടും അപ്ലൈയിങ് കോമ്പോണന്റോ ഡിവിഡന്റോ തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി ഈസിക്കൽ ടു 2a പ്ലസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എന്താ, 2a മൈനസ് എന്താണ് ബ്രാക്കറ്റ് എ മൈനസ് ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി ഈസിക്കൽ ടു 2a പ്ലസ് എ എന്ന് പറയുമ്പോൾ 3a പ്ലസ് ബി ഡിവൈഡ് ബൈ ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2a മൈനസ് എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി ഈസിക്കൽ ടു 3a പ്ലസ് ബി ഡിവൈഡ് ബൈ 2a മൈനസ് എ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി എന്ന് വരും. ഇതിനെ ഇക്വേഷൻ നമ്പർ 2. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണേ. അതായത് ഇതിന്റെ എൽ എച്ച് എസും ഇതിന്റെ എൽ എച്ച് എസും ആഡ് ചെയ്യുന്നു, ഇതിന്റെ എൽ എച്ച് എസ് ആർ എച്ച് എസും ഇതിന്റെ ആർ എച്ച് എസും ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ദിവ്യ, നിരഞ്ജൻ, സന ഓക്കെ ആണോ? ഇത്രയും ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ ആണ്, അതായത് ആഡിങ് ഇക്വേഷൻ 1 and 2 ആണ്, ഇക്വേഷൻ 1 and 2. അപ്പൊ എക്സ് പ്ലസ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ, ഇതിന്റെ എൽ എച്ച് എസ് പ്ലസ് എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി ഈസ് ഈക്വൽ ടു ഇവിടെ 3b പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ പ്ലസ്
3a plus b divided by a plus b. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഡിനോമിനേറ്റർ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ എൽ എച്ച് എസ് ഇപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ആയില്ലേ? നിങ്ങൾ നോക്കിയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ കണ്ടോ, ഇത് തന്നെ ആ രീതിയിൽ തന്നെയല്ലേ ഇതും കിടക്കുന്നത്? ആണ്, അതിന് ആ രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈസിക്വൽ ടു ഇവിടെ 2 വരുന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഈസിക്വൽ ടു ഇവിടെ ഞാൻ 3b പ്ലസ് എ ബൈ ബി മൈനസ് എ പ്ലസ് 3b പ്ലസ് ബി ബൈ, ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, ഇവിടെ ഡിനോമിനേറ്റർ ബി മൈനസ് എ, ഞാൻ ഇവിടെയും ഡിനോമിനേറ്റർ ബി മൈനസ് എ ആക്കി കഴിഞ്ഞാൽ എൽ സി എം എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ കോമൺ ആക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു മൈനസ് കോമൺ എടുത്തു. കോമൺ എടുത്തു കഴിഞ്ഞാൽ എയുടെ കൂടെ പ്ലസ് ആണ്, ആ പ്ലസിൽ നിന്ന് മൈനസ് കോമൺ എടുത്താൽ മൈനസ് എ വരും. ഇവിടെ ഒരു പ്ലസ് ആണ്, അതും എന്ത് വരും, അല്ല ഓക്കെ മൈനസ്, ഓക്കെ അങ്ങനെ തന്നെ എഴുതാം. ഇവിടുന്ന് നമ്മൾ എന്തായിട്ട്, ഇവിടുന്ന് ഇത് എ മൈനസ് ബി ആയിരുന്നു, ഒരു സെക്കൻഡ്, ഇവിടെ വരുമ്പോഴത്തേക്കും മൈനസ് എ മൈനസ് ബി, ഒരു സെക്കൻഡ്, ഇവിടെ എ പ്ലസ് ബി ആയിരുന്നല്ലോ, ഇവിടെ ബ്രാക്കറ്റ് അകത്തോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ എ മൈനസ് ബി വരും, എ മൈനസ് ബി, മൈനസ് അകത്തോട്ട് എടുക്കുന്ന സമയത്ത്, അപ്പൊ ഇവിടെ എ മൈനസ് ബി ആണ്, എ മൈനസ് ബി ആണ്, എ മൈനസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ, പ്ലസ് ബി എന്ന് വരും. ഓക്കെ ആണല്ലോ? ആ കറക്ഷൻ ചെയ്യണേ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, ഞാൻ ഈ മൈനസ് എടുത്ത് നടുക്കോട്ട് കൊടുക്കാൻ പോവാം. അപ്പൊ നോക്കിയേ, 3b പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ, മൈനസ് ആക്കാണ്. മൈനസ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ബ്രാക്കറ്റ് ആക്കുക, 3b പ്ലസ് ബി ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിയോ, മൈനസ് നടുക്കോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് എ പ്ലസ് ബി, അതിനെ ഞാൻ ബി മൈനസ് എന്ന് എഴുതിയ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയോ? ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 3b പ്ലസ് എ മൈനസ് ബ്രാക്കറ്റ് ഇട്ട് 3b പ്ലസ് അല്ല 3a പ്ലസ് ബി അല്ലേ, ക്ലിയർ അല്ല, 3a ഇപ്പൊ ശരിയല്ലേ? ഇപ്പൊ ശരിയായില്ലേ? ഇതാണോ പറഞ്ഞ സന? സന ഓക്കെ നോക്കിയോ. അപ്പൊ ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, ബി മൈനസ്, സർ ക്ലിയർ അല്ലായിരുന്നു. എവിടെ തൊട്ടാ, എവിടെ തൊട്ടാ പറയണ്ടേ? ദിവ്യ കേട്ടായിരുന്നോ? ദിവ്യ സ്ക്രീൻ സ്റ്റക്ക് ആണോ? എഴുതുന്ന കാണാൻ പറ്റും. എല്ലാവർക്കും അതാണോ പ്രശ്നം? നിരഞ്ജൻ ഇപ്പൊ കാണാമോ? ഓക്കെ നോക്കിയോളൂ. അതായത് ഇവിടെ നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ 3 എവിടം വരെ കണ്ടായിരുന്നു നിങ്ങൾ? ആഡിങ് കണ്ടായിരുന്നോ? നിങ്ങൾ ആഡ് ചെയ്യുന്നിടം വരെ കണ്ടായിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കേട്ടില്ല. ആഡിങ് തൊട്ട് പറയണോ? ഓക്കെ നോക്കിയോ. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ഈ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. നമുക്ക് നോക്കിയോളൂ. ഇതിന്റെ എൽ എച്ച് എസും ആർ എച്ച് എസും ആഡ് ചെയ്യണം. എൽ എച്ച് എസ് എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, അപ്പുറത്തേന്റെ എൽ എച്ച് എസ് എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി. ഇത്ര ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഈസിക്കൽ ടു അപ്പുറത്തും അതേപോലെ തന്നെ 3b പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ, ഇവിടെ 3a പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. ഓക്കെ ഓക്കെ നോക്കിയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ എൽ എച്ച് എസ് ഇപ്പോൾ ഓൾറെഡി കിട്ടി. അപ്പൊ ഇനിയിപ്പോൾ ആർ എച്ച് എസ് ഇതിനെ സോൾവ് ചെയ്ത് 2 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്മൾ ഷോ ദാറ്റ് ചെയ്തു. അതിനുവേണ്ടി നോക്കിയാൽ ഇവിടെ ബി മൈനസ് എ ആണ്, ഇവിടെ എ മൈനസ് ബി ആണ്. നമുക്ക് അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, 3b പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ പ്ലസ് 3a പ്ലസ് ബി
ഇവിടെ എ മൈനസ് ബിയിൽ നിന്ന് ഞാൻ എന്ത് കോമൺ എടുക്കാൻ പോകുന്നറിയോ? മൈനസ് അങ്ങ് കോമൺ എടുക്കുക. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ എയുടെ എ പ്ലസ് ആയിരുന്നു, ആ മൈനസ് കോമൺ എടുത്താൽ മൈനസ് ആയി, ഇത് മൈനസ് ആയിരുന്നു, അത് പ്ലസ് ആയി, പ്ലസ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് നടുക്കോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ 3b പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ മൈനസ് 3a പ്ലസ് ബി ഡിവൈഡഡ് ബൈ, ഇത് ഞാൻ മൈനസ് എ പ്ലസ് ബി എന്നുള്ളത് ബി മൈനസ് എ ആക്കി. കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? Yes, sir. ഓക്കെ, ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഒരുമിച്ച് എഴുതാം. 3b പ്ലസ് എ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാവൂ. ഡിവൈഡഡ് ബൈ എന്താ? ബി മൈനസ് എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 3b പ്ലസ് എ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3a മൈനസ് ബി ഡിവൈഡഡ് ബൈ എന്താ? ബി മൈനസ് എ. അപ്പൊ ഇവിടെ 3bയും മൈനസ് ബി, 3b മൈനസ് ബി 2b, എ മൈനസ് 3a മൈനസ് 2a ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇവിടുന്ന് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബി മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ബി മൈനസ് എ കട്ട് ചെയ്തു 2 കിട്ടി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? അതായത് നമുക്ക് വേണ്ട എന്തായിരുന്നു? ഇതായിരുന്നു നമുക്ക് വേണ്ടത്, എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ, എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് എക്സ് പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി ഈസ് ഈക്വൽ ടു 2. ഇതായിരുന്നു നമുക്ക് വേണ്ടത്. ക്ലിയർ ആണോ? Yes, sir.